പൂർണ്ണം ചോദിച്ചാൽ വരെ കിട്ടുള്ളൂ. അതിൻ്റെ 119 2-ാം വാക്യവും 9 മാസവും നമ്മളെല്ലാം ചെയ്യുന്നത് പകുതി ചെറുപ്പം തത്വം ഇത് കുറച്ച് നല്ലതാണ്. ആഴ്ചക്കാർ മാസപ്പടിക്കാരൊക്കെയാണ് മനുഷ്യനെ കാണാം. അല്ല, പൂർണ്ണമായിട്ട് ഇതിന്റെ ആവശ്യം പൂർണ്ണതയാണ്. അപ്പോഴാണ് കർത്താവ് നമുക്കിതാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് പ്രവർത്തിക്കില്ല. ഇത് സ്വന്തം തോന്നലുകളൊക്കെയും പറഞ്ഞത് ജർമ്മിയ 14 അവ പൂർണ്ണം വായിച്ചത് 119 2-ാം വാക്യം. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ എങ്ങനെ തേടണം? പൂർണ്ണ ഹൃദയത്തോടെ. പൂർണ്ണത അതാണ് പൂർണ്ണത. അതാണ് ജർമ്മിയ പ്രവചന പുസ്തകം 29 14 വാനത്തില് അതാൾക്ക് എല്ലാവരും തൊട്ടിലാണ് ഈശ്വരനെ കാണണം. ഈശ്വരത്തിലോ കാണണം. പൂർണ്ണമായിട്ട് വരുന്നില്ല. അത് വിട്ടുക. തോമസ് ദൈവമേ പിന്നെ എങ്ങനെയാണ്? അപ്പൊ കൊടുത്തോ? അതുവരെ കൊടുത്തില്ല. പപ്പായി കുറച്ച് നടക്കണം. അവിടെ ഇവിടൊന്നും ഈശ്വര സംശയം കുത്തണം, അന്ന് കുത്തണം, കണ്ടാലും മാറ്റുള്ളൂ. അത് കൂടെ നടന്നതൊക്കെ തിന്നെ കുറിച്ചൊക്കെ പോയിരുന്നു. നന്ദികൾ ഈശ്വരനുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ വന്ന് തോമസ് എന്താണ് തോമസ്? അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസം ശക്തിയായിട്ട് വരുന്നത്. യൂറോപ്പിൽ എങ്ങനെയാണ് വിശ്വാസം വിടവാതിരിക്കുന്നത്? എന്റെ കർത്താവേ കണ്ടോ? അത് ഈ പൂർണ്ണതയാണ് നോക്കണം. അല്ലെങ്കിൽ കർത്താവ് ചെയ്യില്ല, വിഷയമുണ്ടായില്ല. ഇനി ഈശ്വരനെ പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അനേകം ജനിക്കുന്നില്ലെങ്കിൽ കൂടി തോമസയായിട്ട് ജനിച്ച പോലെ ആ വിശ്വാസം 1-4-15 അനേകം ജനിക്കും. ഇതാ പറയുന്നത് യേശയ്യ പ്രവാചകൻ 2-4 വാക്യത്തിൽ എത്ര മക്കളൊക്കെ എത്ര മക്കളുണ്ട്? എന്താ ഒരാൾ ഞാൻ ചോദിച്ചത് അഫ്രിക്കക്കാരനാണ്. മക്കളൊക്കെ അത് 5 കൃത്യം 5000 എന്തുകൊണ്ടാണ്? ഞാൻ 9 14 ഭൂമിയുടെ കാര്യങ്ങൾ മക്കളെ കാര്യം എന്നാൽ തെറ്റിനേടമാണ്. പെൺമക്കളെ തരുന്നു. ആ മക്കൾ ഒരാളുടെ പക്ഷേ പെൺമക്കള് അത് 5 പിന്നെ ഏതുള്ളത് പിന്നെ കുറച്ച് കൂട്ടവും 9 ഇതൊക്കെ പറഞ്ഞ കൃത്യം വരുന്നില്ല. പിന്നെ നമ്മൾ പ്രത്യാദികൾ അങ്ങനെ പരിശുദ്ധാദികൾ ജ്ഞാനവുമില്ലാതെ ഒന്നും അറിയാൻ സാധിക്കും. അത് വരണമെങ്കിൽ ഈ പൂർണ്ണമായിട്ട് കൊടുക്കണം. അതെങ്ങനെ ആനക്കോടോ എന്നൊക്കെ പറഞ്ഞ അതെ പൂർണ്ണതയാണ്. ആരൊക്കെ വായിച്ചില്ല ഒന്നും കേട്ടോ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവരാണ് ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ കൽപ്പനകൾ പാലിക്കുന്നത്. ഇതാ പൊതുന്ന് പറയുന്നത്. നിങ്ങൾ ഏതോ വൃത്തിയിൽ വിളിച്ചാലും 1-19 പല പ്രധാന കൽപ്പനകൾ പാലിക്കുകയാണ്. ഈ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൽപ്പനകൾ കണ്ടോ. ഇനി 9-10 യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? ആ യുവാവേ മാർഗം എങ്ങനെ ആരെങ്കിലും യുവാവ് എന്തൊക്കെ കണ്ടു കിട്ടും? നിനക്ക് യുവാക്കന്മാരായിട്ട് വന്നത് തെറ്റിലെ കണ്ടുകൊണ്ട് പറയാൻ ആത്മാതി പറയാത്തായി അതെല്ലാം കൈകൊണ്ടിട്ടുള്ളത്. അതാണ് യുവാക്കന്മാര് അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. അങ്ങയുടെ വചനം അനുസരിച്ച് വചനമാരാണ് ഈശോ. 19 പറഞ്ഞു വചനം സത്യമാണോ? ഈ വചനം ആരാണ് സത്യം? ഈശോയല്ലേ? ദൈവമാണ്. എല്ലാം സൃഷ്ടിക്കപ്പെടുന്നു ആ വചനത്തിൽ കൂടിയാണ്. അപ്പൊ ഈ വചനമാണ് പിതാവാണോ? നമ്മുടെ ഈ തേനാന്റെ ആരോഗ്യം നിങ്ങളെ അറിയുന്നില്ല. യോഹന്നാൻ 19 എന്റെ പിതാവിന് അപ്പൊ നമ്മളീ അറിയണമെങ്കിൽ എല്ലാം പിതാവ് ഈ ദുരിതമുള്ളതല്ല. എല്ലാം പിതാവിനറിയാൻ വിശുദ്ധിയിലോട്ട് നാമം വരണം. അല്ലാതെ പിതാവിനറിയില്ല. 1-10 പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന വിശുദ്ധിയാണ്. അവരുടെ നാമം വിശുദ്ധിയിലോട്ട് വരുമ്പോഴാണ് പിതാവിനറിയുന്നത്. അതെങ്ങനെ അറിയും? ഞാൻ പിതാവ് ഒന്നാണ്. യോഹന്നാൻ 10:30. അവ ഈശ്വരൻ അറിയുമ്പോഴാണ് അറിഞ്ഞറിഞ്ഞാലും അറിയുമോ? തീരെയല്ല. യോഹന്നാൻ 17:3 ദൈവത്തിന്റെ
പിതാവ് പിതാവിനറിയാം എല്ലാം ചെയ്തു പോയ അവസാനം പിതാവിന് അതുകൊണ്ടാണ് നാം പിതാവിനെ സ്നേഹിച്ചിട്ടൊന്ന് കൂടുതൽ അറിയാൻ ഒരു വരാനൊന്നും കഴിയില്ല. അതാണ് യോഹന്നാൻ 12:26. പിതാവ് നിങ്ങളെ ബഹുമാനിക്കുന്നു. പിതാവ് നമ്മളാരും ദൈവം ശക്തിനാണ്. അതിലാണ് ഒന്നുപോലെ പൗരസ് പറഞ്ഞ എന്താണ് അപ്പൊ പിതാവിനെ ക്രിസ്ത്യനില്ലെങ്കിലോ വചനമാണ്. എന്താ വചനമാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം 17:6-8 ആ 14 പറഞ്ഞത്. വചനം പിതാവിൽ നിന്നാണ് കേട്ടോ. വചനം വരുന്നത് പിതാവിൽ നിന്നാണ്. പിതാവാണ് വചനം കേട്ടോ. ഞാനൊരു 3 ദിവസം ജിറോ ഓർഡറിലാണ് 4-3 സ്റ്റേഷനൊരു സാധനം കൂടി കണ്ടുപിടിച്ചു. 1.5 മണിക്കൂർ വചനം കൊടുത്തു. ജെറോമാണ് ഏറ്റവും വലിയ കമന്റ് ചെയ്യുന്നത്. പ്രാർത്ഥന മുഴുവൻ പോയി ഇത് പറയുക. ഇനി ഞങ്ങൾ ഒരിക്കലും കാണാൻ പോണില്ല. ഇവര് കർത്താവിന്റെ വചനം വചനത്തിന്റെ കൃപയും വചനം കൃപയാണ്. അതാണ് ആക്ട് 14 കൃപയുടെ വചസ്സുകൾ ആക്ട് 14:22 നമ്മൾ ചെയ്തത് കർത്താവോട് നമ്മൾ ചെയ്യുന്ന വചനം കൊണ്ട് പുറത്താണ്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് അവരുടെ മനസ്സിൽ ശക്തിപ്പെടുത്തി. അവർ സദാസമയം കോഴിച്ചെടുത്താൽ സദാസമയം ശിക്ഷണം പ്രാർത്ഥിക്കുന്നവരാണ്. ഏർപ്പെടുന്നത് അവർ നമുക്ക് വേണ്ടി മതി ചെയ്യുന്നത് പറഞ്ഞു നമ്മളവർക്കും വേണ്ടി ചെയ്യാറുണ്ട്. അവർ ദൈവം പ്രവർത്തിക്കുന്നതിനാണ്. ദൈവം പലതരത്തിലാണ് പോകുന്നത്. ആർക്കെങ്കിലും പങ്കെടുത്താലും നിങ്ങളോ ദൈവം എല്ലാത്തിനും നല്ലതാണ്. 10 വചനമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വചനം അവിടെയാണ്. നിങ്ങൾക്ക് ഈ കൃപ വരണം. ദൈവം മത്തായി 10:8 ഈ കാരണം നമ്മൾ വരാൻ വേണ്ടിയാണ്. ഇത് ലോകത്തിന് മുഴുവൻ കൊടുക്കണം. ലോകം മുഴുവനും ആരുടെ വിളിയാണ് എല്ലാം എവിടെ നിന്നാൽ നല്ലതാണ്. അവിടെ നിന്നത് എവിടെയെങ്കിലും കണ്ടുണ്ടോ? എവിടെ നിന്നാണ് കവടന്മാരുടെ ലോകം? ഫിലിപ്പിയ 2 അവൻ വായിച്ചിന്റെ 19-15 വേണം. ഇതിലോട്ട് നിങ്ങളെ കൊണ്ടുവരാനാണ് ഈ വചനം പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും. പൂർവാധികം ഭയത്തോടെ ഈ വാദത്തിന് വിളിക്കും വിറയുന്നുണ്ട്. വിറയലോടും വചനം കേൾക്കുമ്പോൾ നമുക്ക് വചനം കേൾക്കണം തന്നെയാണ്. നീക്കൊക്കെ പിക്ചർ ചെയ്യുന്നുണ്ടല്ലോ അതൊന്ന് പറയാമോ? ധനമായിട്ട് വരുന്നുണ്ടോ? ഞാൻ കാരണം വചനം കൊടുത്തപ്പോ സോളെടുത്തിട്ട് പുറത്തുണ്ട്. പിന്നെയും പറഞ്ഞു അവർ വചനം കൊടുത്തോണ്ടിരിക്കുക. ഒന്നും ചെയ്യില്ല. ഞാൻ അത് താല്പര്യമുണ്ടായിരുന്നു. താല്പര്യം മരിക്കുന്നതാണ്. അപ്പൊ കർത്താവ് ജനി ചെയ്യണം. വചനങ്ങളിൽ നിന്ന് 16 വചനം 10ക്കും 12ക്കും കൊടുക്കുമോ? മത്തായി 7 കൊടുത്തു. ഞാൻ അത് കൊടുത്ത് പോകുന്നതിനു കർത്താവിനത് പറഞ്ഞ് ഞാൻ ഈശോ പറഞ്ഞ പോലെല്ലാതെ അതിനപ്പം ചെയ്യാൻ പറ്റില്ല. ഈശോ പറയണം, അത് നമ്മൾ കേൾക്കണം. ഈശോയെ പറയണം. നമ്മൾ ആരുടെ വിശ്വസം? പൂർണ്ണ വിശ്വസം. അതാണ് പൂർണ്ണ ഞാൻ പോകുന്നത്. പറഞ്ഞ ഉടനെ മടങ്ങി മനസ്സിലാക്കി വായിക്കുമ്പോൾ ആദ്യം ചെയ്യും. ഇവിടെ നമ്മുടെ തുറന്ന് അറിയില്ല. കുട്ടിയോട് വായിക്കാൻ പറഞ്ഞപ്പോൾ എന്റെ മൊത്തം നോക്കണം, അയാളെ മൊത്തം നോക്കണം, പെടുന്ന മൊത്തം നോക്കണം. ചിലപ്പോൾ അച്ഛനല്ല ആര് കിട്ടും. അപ്പുറത്തുള്ള വന്നു കഴിഞ്ഞാലും മരണം എന്തായിരിക്കും? 2 വീണ്ടും 5 വലിയുള്ളവർ പരസ്യം. അതിനാണ് ഈശോ കൃപ തരുന്നത്. നമ്മ വിളിക്കുന്ന ഞാനാണോ വിളിച്ചത്? ഞാനാണ്. നിങ്ങളാണോ വിളിച്ചത്? ഈശോയിൽ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന യോഹന്നാൻ 15:16 അതാണ് നിങ്ങൾ വഞ്ചിച്ചെടുക്കുന്ന ചെറിയ ഇളവയായത്. ചിലത് ആ പെണ്ണിനെ വഞ്ചിച്ചു കൊണ്ടുവരാറുണ്ട്. ഞാൻ കേൾക്കുന്നില്ല. കോമൺ
ഇതുപോലെ ഇത് ഭയങ്കരമായിട്ട് പഠിച്ചെടുക്കണമോ ഇവിടെ യോന 4:37 40 വേണം. ദൈവം നമ്മളെ കൂടെയുണ്ട്. നമ്മളെ പറ്റുന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലെ പാലനം ചെയ്യുന്നതാണ്. ഇപ്പൊ പൗരത്തെ എഴുതിയത് എന്തായാലും അത് വരുമ്പോഴാണ് നമുക്ക് ധൈര്യത്തിൽ ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെ അടുക്കുന്ന ആളുകളാണ്. അതാണ് ദുര്യോധനം. അതാണ് 26-14 മുള്ളാനിയാണ് മുള്ളാനി തന്നെയാണ് ഒറ്റ ഇരുമ്പാനികളുടെ ആൾക്ക് ചോദിച്ചത് അപകടമാണ്. അതെ, അത് അവർക്ക് അപ്പോൾ അവർ തന്നെ വരുന്നത് നമ്മളല്ലോ. ഈറ്റ തെരഞ്ഞെടുപ്പുകൾ ഇത് ശക്തിപ്പെടുത്തും. തെരഞ്ഞെടുപ്പുകളുണ്ടാവും. ദൈവമാണ് കർത്താവിന്റെ പല വിധേയങ്ങളും നോക്കി എല്ലാം നമ്മളെയൊക്കെ ദൈവം പിടിച്ചെടുക്കുകയാണ് നമ്മളാണ്. അതാണ് പുറത്തോട് 33-19 ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. റോമ 9:14 പലതുമാണ്. പരമപ്രധാനം ദൈവമാണ്. ആ സുന്ദരകവാൽ ചെയ്യുന്ന വിദ്യാഭ്യാസം പലരും തരണമേ അവൻ ചോദിക്കുന്നുണ്ടാണ്, ശ്രദ്ധിക്കുന്നുണ്ടാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? പണമില്ല, സ്വർണ്ണമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. പിടിച്ചോ, എന്റെ കയ്യിലുള്ള പണം ഉണ്ടാവും. നിങ്ങൾ പിടിച്ചോ താമസിച്ചു. ഇവാഞ്ചലിസ്റ്റ് ആരും തന്നെ കൊണ്ട് കൊള്ളടിക്കാൻ ഒരു പൈസ കിട്ടും. 6 വാക്ക് മാത്രം ഉണ്ടാവും. പിന്നെ ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ കൊഞ്ചം ഉണ്ടാവും, കുഴിച്ചുണ്ടാവും.